നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുടുംബശ്രീയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ശാന്തേ? നന്നായിട്ട് പോകുന്നു. വൈകിട്ടത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. അത് ഞാനും കൂടി വന്നിട്ട് നോക്കാം. ഇവരൊക്കെ ശാരദാമ്മയ്ക്ക് ഇപ്പൊ വലിയ സഹായമാണല്ലേ? അതെ, ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും. ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ഇന്ന് വളരെ പ്രയാസമാണ്. പിന്നെ സത്യാമ്മയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം വല്ല ചതിയും കൊണ്ടാണോ? അല്ല, അകന്നിരിക്കുന്നവർ പെട്ടെന്ന് അടുപ്പം കാണിക്കുമ്പോ സൂക്ഷിക്കണോന്നാ പറയാറ്. ഒരു ചതിയില്ല സാറേ. വിഷ്ണുമോനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനിയെ കാണാനാ അവര് വന്നത്. സത്യാമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തടത്ത് ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കാൻ. ജാമ്യാപേക്ഷയിൽ വിഷ്ണു ഒപ്പിടുന്നില്ലാന്ന്. ഇതിൽ നിന്ന് കുറുപ്പ് സാറിനൊരു കാര്യം മനസ്സിലായോ? അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ടോണ്ടിരുന്ന മകൻ ഇപ്പൊ അമ്മ പറയുന്നത് അനുസരിക്കാതെ ആയിരിക്കുന്നു. ശാലിനി പറഞ്ഞ വിഷ്ണു കേൾക്കൂന്നൊരു തോന്നല് സത്യാമ്മയ്ക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ കുറുപ്പ് സാറേ. വിഷ്ണുവിലുണ്ടായിരുന്ന സത്യഭാമയുടെ പിടി അയഞ്ഞു. അതിപ്പോ ശാലിനിയിൽ മാത്രമാണെന്ന് അവര് മനസ്സിലാക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടും നല്ലൊരു സൂചനയാ. ഈശ്വരൻ അങ്ങനെ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ട് അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. മുഖരാശി പ്രകാരം അവരൊരു അന്തർമുഖിയാ. ചില സമയം അവർ ദ്വന്ദ്മുഖിയാവും. ഒരു മുഖം കരളലയിപ്പിക്കുന്ന സങ്കടഭാവമാണെങ്കിൽ മറ്റൊന്ന് കരള് പറിച്ചെടുക്കുന്ന സംഹാര രുദ്രയുടേതാണ്. അത് എപ്പോഴും പുറത്തെടുക്കില്ല. പുറത്തെടുക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മമാക്കാനും അവർ മടിക്കില്ല. ശാലിനി കഷ്ടപ്പെട്ട് പഠിച്ച IAS നേടിയോളാ. പഠിക്കാനുള്ള മികവ് കണ്ട് പ്രോത്സാഹിപ്പിക്കാനേ ഒരു മാഷെന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പഠിച്ചത് മുഴുവൻ അവൾ അവളുടെ കഴിവ് ഉപയോഗിച്ചാ. പഠിച്ചതിനും ജോലി വാങ്ങിച്ചതിനും എതിരായിരുന്നല്ലോ ഈ സത്യഭാമ. ഇപ്പൊ ആ ജോലി കൊണ്ട് ആവശ്യം വന്നതും അവർക്ക് തന്നെ. ഈശ്വരന്റെ ഓരോ ലീലാവിലാസങ്ങളെ. പിന്നെ കൊലക്കുറ്റോ സഹായിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് സൂക്ഷിക്കണോന്ന് ശാലിനിയോട് പ്രത്യേകം പറയണം. സഹായികൾ കൂട്ടുപ്രതികളാവുന്ന കാലമാണേ. ഞാനിനി ഇരിക്കുന്നില്ല ശാരദാമ്മേ. ആ കൃഷി ഓഫീസറെ ഒന്ന് കാണണം. വിഷ്ണുമോൻ അത് ചെയ്യില്ലെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ശാലിനിക്ക് തന്നെയാ. അറിയേണ്ടതും അവൻ തന്നെയാ. അവൻ നിരപരാധിയാണെങ്കിൽ എന്റെ മോള് അവനെ രക്ഷിച്ചിരിക്കും കുറുപ്പ് സാറേ. താലിയുടെ മഹത്വത്തെക്കുറിച്ച് അവളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വെയില് മൂക്കുന്നതിന് മുമ്പ് അങ്ങനെ തട്ടെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.